നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ സമനില ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ആരാധകരെ കൂട്ടുനോക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഡ്യൂറൻ കപ്പിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ്. 6 ഗ്രൂപ്പുകളുണ്ട്. എല്ലാ ഗ്രൂപ്പിലെയും ആദ്യ സ്ഥാനത്തുള്ള ടീമുകൾ നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കും. പിന്നെ മികച്ച രണ്ടാം സ്ഥാനക്കാരും കടക്കും. അങ്ങനെയാണ് 8 ടീമുകൾ ക്വാർട്ടർ ഫൈനലിൽ ഉണ്ടാവുക. അപ്പോൾ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം നേടുക എന്നുള്ളതാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി. അല്ലെങ്കിൽ പിന്നെ മികച്ച രണ്ടാം സ്ഥാനക്കാരിൽ പെടണം. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവും. നിലവിലിപ്പോൾ എന്താണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് സിയിൽ അവസ്ഥ? ഇനി മുന്നോട്ട് പോകാൻ എന്തു വേണം? നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. നിലവിൽ ഗ്രൂപ്പ് സിയിൽ നമുക്കറിയാമല്ലോ, കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FC-ക്കെതിരെ ഗോൾ വർഷം നടത്തിയത് ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ പഞ്ചാബിനൊപ്പം 4 പോയിന്റുമായിട്ട് നിൽക്കുന്നു എങ്കിൽ പോലും ഗോൾ ഡിഫറൻസിൽ അപ്പർ ഹാൻഡ് ഉണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഒന്നാമതാണ്. അതായത് 2 കളികൾ, 1 വിജയം, 1 സമനില. ബ്ലാസ്റ്റേഴ്സിന് 4 പോയിന്റ്. 9 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് അടിച്ചു. 8 മുംബൈ സിറ്റിയുടെ വലയിലേക്കും 1 പഞ്ചാബിൻ്റെ വലയിലേക്കും. പഞ്ചാബിൻ്റെ കയ്യിൽ നിന്ന് 1 തിരികെ വാങ്ങി. അപ്പോൾ +8 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ ഡിഫറൻസ്. അതേസമയം പഞ്ചാബ് FC CISF-നെതിരെ വിജയിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കളി കേരള ബ്ലാസ്റ്റേഴ്സിനോട് സമനില. CISF-നെതിരെ അവർ 3 ഗോളുകൾ അടിച്ചിരുന്നു. ബ്ലാസ്റ്റേഴ്സിനെതിരെ 1 ഗോളും അടിച്ചു. അങ്ങനെ 4 ഗോൾ അവരടിച്ചു, 1 തിരികെ വാങ്ങി. അവർക്ക് +3 ഗോൾ ഡിഫറൻസ്. ബ്ലാസ്റ്റേഴ്സിനും അവർക്കും 4 വീതം പോയിന്റുകൾ. CISF-ഉം മുംബൈ സിറ്റിയും ഇപ്പോൾ ഓരോ കളികളെ കളിച്ചുള്ളൂ. അവർക്ക് പോയിന്റുകൾ ഇല്ലാതെ നിൽക്കുകയാണ്. CISF-ന് -3 ഗോൾ ഡിഫറൻസും മുംബൈ സിറ്റിക്ക് -8 ഗോൾ ഡിഫറൻസുമാണ്. ചുരുക്കത്തിൽ KBFCക്ക് അടുത്ത മത്സരം വിജയിച്ചാൽ 2-ാം റൗണ്ട് എന്ന് പറഞ്ഞ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താൻ നല്ല സാധ്യതയുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത കളി വരുന്നത് CISF-നെതിരെയാണ്. ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടീമുകളുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ. അതേസമയം പഞ്ചാബിന് മുംബൈ സിറ്റി FC-ക്കെതിരെ കളിയുണ്ട്. അവിടെ ഒരു ഗോൾ വർഷം നടത്തിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് എന്തായാലും CISF-നെതിരെ മികച്ച മാർജിനിൽ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് ഇന്നലെ ഫ്രെഡി പറയുകയുണ്ടായി, 100% കൊടുത്ത് കളിക്കുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രകടനം തന്നെ വേണം. ഗോൾ വർഷം നടത്തണം. എങ്കിലാണ് 1-ാം സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ പഞ്ചാബിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലെ അവസാന കളി കഴിഞ്ഞിട്ടാണ് അവരുടെ കളി വരുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി 10-ാം തീയതിയാണ്. 10/8/2024 ബ്ലാസ്റ്റേഴ്സ് CISF പ്രൊട്ടക്ടേഴ്സിനെതിരെ കളിക്കുന്നു രാത്രി 7 മണിക്ക്. തൊട്ടടുത്ത ദിവസമാണ് പഞ്ചാബ് FC-യും മുംബൈ സിറ്റി FC-യും തമ്മിലുള്ള മത്സരം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വൈകിട്ട് 4 മണിക്ക്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നേടിയ ഗോളുകൾ എത്രയാണ്, അതിന് എന്തു മാർജിനിൽ മുംബൈ സിറ്റിക്കെതിരെ വിജയിക്കണം എന്നുള്ളത് പഞ്ചാബിന് നേരത്തെ അറിയാൻ പറ്റും എന്നുള്ളതാണ് അവർക്കുള്ളൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇപ്പോൾ +8 ഉണ്ടല്ലോ ബ്ലാസ്റ്റേഴ്സിന്. ബ്ലാസ്റ്റേഴ്സ് ഒരു 3-4 ഗോളിനൊക്കെ വിജയിച്ചു എന്ന് കരുതുക CISF-നോട്. അപ്പോൾ ഗോൾ ഡിഫറൻസ് 12-ലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയെങ്കിൽ പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ മറികടക്കണമെങ്കിൽ മുംബൈ സിറ്റിയുടെ വലയിലേക്ക് 10-12 ഗോളുകൾ അടിച്ച് കയറ്റേണ്ട ഒരവസ്ഥ പഞ്ചാബിന് വരും. അതിനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറവല്ലേ? അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് നിലവിൽ ആനുകൂല്യമുള്ളത്. അടുത്ത കളി വിജയിക്കണം. നല്ല മാർജിനിൽ വിജയിച്ചാൽ ഉറപ്പായിട്ടും 1-ാം സ്ഥാനം കൊണ്ട് കയറാൻ പറ്റും. ഇനി അതല്ല 2-ാം സ്ഥാനത്തായി പോയാലും നിലവിലെ അവസ്ഥയിൽ മികച്ച 2 രണ്ടാം സ്ഥാനക്കാരിൽ ഈ ഗോൾ ഡിഫറൻസും മറ്റുമൊക്കെ വെച്ച് കടന്നുകൂടാൻ തന്നെയാണ് സാധ്യത. അതുപോലെ മറ്റ് ഗ്രൂപ്പുകളുടെ പോയിന്റ് അപ്പോൾ പരിഗണിക്കേണ്ടി വരും. അതൊക്കെ അവസാന ഘട്ടമാകുമ്പോഴേക്കേ നമുക്ക് വിശദമായിട്ട് പറയാൻ കഴിയുകയുള്ളൂ. നിലവിൽ പറയാനുള്ളത് CISF-നെതിരെ നല്ല മാർജിനിൽ വിജയിക്കുക. 1-ാം സ്ഥാനം കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത റൗണ്ടിലേക്ക്, അതായത് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.